എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. റോമർക്കെതിലേക്കും 15-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. വചനത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ഇങ്ങനെ പറയുന്നത് ഫോർ ദ ലവ് ഓഫ് ദ സ്പിരിറ്റ്. ഇതിന്റെ അർത്ഥം ആത്മാവിന്റെ സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ആത്മാവ് സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവം നമുക്ക് വേണ്ടി തന്റെ ജീവനെ യാഗമായി നൽകിയെങ്കിൽ, അവന്റെ മക്കളെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമെങ്കിൽ അവൻ നമ്മളെ ആവശ്യങ്ങൾ എല്ലാം കരുതും. നമ്മുടെ അപ്പന്റെ ഭവനത്തിൽ എല്ലാം ഉണ്ട്. പക്ഷെ അത് പ്രാപിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്കാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നന്മകൾ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടോ? വിശ്വാസം. ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അത് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയൂ. അവൻ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് സൗഖ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് വിശ്വാസം വേണം. നിങ്ങളുടെ വിശ്വാസം തന്നെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. അത് നിങ്ങളാകട്ടെ ഞാനാകട്ടെ. ഞാൻ വചനം പഠിക്കുന്നത് കൊണ്ട് കർത്താവ് എന്റെ സ്പെഷ്യലായി പോഷിക്കുമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ദൈവത്തിന്റെ സന്നിധി എന്തില്ല? മുഖപക്ഷമില്ല. നിങ്ങളെപ്പോലെ തന്നെ കർത്താവ് എന്നിൽ സ്നേഹിക്കുന്നുണ്ട്. എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ വിചാരിക്കേണ്ട ദൈവദാസന്മാർക്ക് സ്പെഷ്യലായി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. നിങ്ങളെപ്പോലെ തന്നെ കർത്താവ് എന്നിൽ സ്നേഹിക്കുന്നത്, നിങ്ങളിൽ സ്നേഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. കർത്താവ് പല പുതിയ നിയമത്തിൽ സുവിശേഷം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. അനേകം കർത്താവ് സൗഖ്യപ്പെടുത്തി. കർത്താവ് എന്താണ് പറഞ്ഞത്? നിന്റെ വിശ്വാസം പോലെ പഠിക്കുന്നത്. 12 സംവത്സരമായി രക്തസ്രാവ സ്ത്രീ അവൾ സൗഖ്യം പ്രാപിച്ചതാണ്. അവളുടെ വിശ്വാസമാണ്. അവൾ തീരുമാനിച്ച് ഇത്രയും തിരക്കിന്റെ ഇടയിൽ ബലഹീനമാണ്. സ്ത്രീകൾക്കറിയാം, 1 വർഷമല്ല 12 സംവത്സരം പറയുമ്പോൾ അവളുടെ ശരീരം എങ്ങനെയായിരിക്കും? നടക്കാൻ പോലും കഴിയത്തില്ല. അത്രയ്ക്ക് ബലഹീനമായ ആ ശരീരം. ഇത്രയും പുരുഷാർത്ഥത്തിന്റെ തിരക്കിൽ അവൾ തീരുമാനിച്ച് എന്താണ്? ഞാൻ ആ ഇടയിൽ പോയി ദൈവത്തിന്റെ വസ്ത്രത്തെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ച്. ഞാൻ ചോദിക്കട്ടെ, യേശുവിന്റെ കൂടെ നടന്ന വ്യക്തികൾ, പുരുഷാരം അത്രയും പേർ യേശുവിന്റെ കൂടെ ഉണ്ടായിട്ട് യേശുവിനെ തൊട്ടവരുണ്ട്. അവരാർക്കും സൗഖ്യം കിട്ടിയിട്ടില്ല. പക്ഷെ വിശ്വാസത്തോടെ അവൻ ആ പണ്ടത്തെ കാലഘട്ടത്തിൽ ഓർക്കണം, ഇങ്ങനെയുള്ള സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. അങ്ങനെ പുറത്തിറങ്ങി നടന്നാൽ യൂതന്മാർ എന്ത് ചെയ്യും? കല്ലെറിഞ്ഞ് കൊല്ലണം. അതാണ് നിയമം. അവൾ എന്ത് ചെയ്ത്? നിയമത്തെ പോലും ലംഘിച്ച് എന്തിനുവേണ്ടി? എനിക്ക് സൗഖ്യം കിട്ടണം എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ആ തിരക്കിന്റെ ഇടയിൽ പോയാണ് അവൾ എന്ത് ചെയ്ത്? ദൈവത്തെ തൊട്ടപ്പോൾ ഉടനെ ദൈവശക്തി വ്യാപരിച്ച്. കർത്താവ് ഉടനെ അറിഞ്ഞ് എന്നിൽ ശക്തി പുറപ്പെട്ട്. ചുറ്റി നാട്ടിലും കർത്താവ് നോക്കുന്നുണ്ട്. കർത്താവ് മനസ്സിലായില്ല. കർത്താവ് ശക്തി വെളിപ്പെട്ടപ്പോൾ കർത്താവ് തിരിഞ്ഞു നോക്കി. ആരെങ്ങനെ തൊട്ടത്? ശിഷ്യന്മാർ ചോദിച്ചു, ഇത്രയും പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കെ എങ്ങനെ ആ തൊട്ട് എങ്ങനെ അറിയാൻ കഴിയും? കർത്താവ് എടുത്തു പറഞ്ഞില്ല, ഒരാൾ എന്നെ തൊട്ട്.
അങ്ങനെ ചുറ്റി നോക്കിയപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ അവൾ ചെയ്ത് ധൈര്യത്തോടെ മുന്നേ വന്ന് വന്നു. കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ വിശ്വാസം പോലെ സംഭവിക്കും. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സൗഖ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വിശ്വാസം. അത് വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് വെക്കണം. നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മാത്രമേ ദൈവം സഹായിക്കൂ. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനത്തിൽ വചനം, ദൈവത്തിന്റെ അടുത്ത് ചെല്ലുകയും എന്നാൽ അവൻ എന്താണ് നിങ്ങൾ അടുത്ത് വരും. നിങ്ങൾ സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ദൈവം സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കാൻ സഹായിക്കാം. അവൻ നിങ്ങൾ അടുത്ത് വരും. ഇതിനു വേണ്ടി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കാനായിട്ടാണ്. നമ്മൾ ഒന്നും ചെയ്യാതെ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി വിചാരിച്ചാൽ ഒന്നും കിട്ടത്തില്ല. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, ഓക്കെ പാസ്റ്റർ പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ എല്ലാം പ്രാപിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ പറയട്ടെ, അതും പറ്റത്തില്ല. എന്താണ്? വിശ്വാസം വേണം, അതേസമയം എന്ത് വേണം? ദൈവ സ്നേഹത്തിൽ, ദൈവബന്ധത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകണം. ഈ വചനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അത് അനുസരിച്ച് നിങ്ങൾ വിശ്വാസത്തിൽ ദൈവസ്ഥാനിൽ നിങ്ങൾ ചെയ്യണം. പോയാൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് വചനം. ദൈവ സ്നേഹത്തിലും വചനത്തെ അനുസരിച്ചും ജീവിച്ച് സാക്ഷിയായി ജീവിക്കണം. അത് പലപ്പോഴും നമുക്ക് സാക്ഷ്യങ്ങൾ ഇല്ലെങ്കിലും ദൈവം നമ്മളെ ഇന്നലെ പോറ്റി പുലർത്തുന്ന നമ്മൾ അതൊക്കെ നമ്മൾ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. പക്ഷെ നമ്മൾ വേണ്ടി വണ്ണം നാം ദൈവത്തെ അനുസരിക്കുമെങ്കിൽ നമ്മൾ പറയട്ടെ, ഈ ഭൂമിയിൽ നമ്മളിപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾ ആരും ആവത്തില്ല. നമ്മൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലാണ്. നമുക്ക് പലപ്പോഴും അനുസരണക്കേടും വിശ്വാസക്കുറവും നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവത്തിന്റെ നന്മകൾ പ്രാപിക്കാൻ കഴിയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത്, ദൈവം സ്നേഹമായ ദൈവമാണ്. അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നമ്മളെ എന്ത് ചെയ്ത്? സ്നേഹിച്ച് നമ്മളെ മകനായി മകളായി മാറ്റി. വചനപത് അവനെ അപ്പാ പിതാവെന്ന് വിളിക്കപ്പെടുവാൻ പുത്രത്തിന്റെ ആത്മാവെ അവൻ നമുക്ക് നൽകി. പുത്രന്റെ ആത്മാവെ, പരിശുദ്ധ ആത്മാവ് ദൈവം നമുക്ക് നൽകി അവനെ അപ്പാ പിതാവെന്ന് വിളിക്കപ്പെടുവാൻ. നമ്മൾ ദൈവസ്ഥലം നിൽക്കുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ ബലമല്ല, ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ്. നാം ഇന്ന് ദൈവസ്ഥലം നിൽക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. വിളിക്കപ്പെട്ട അനേകർ, പക്ഷെ എന്താ വചനം എന്താണ്? വിളിച്ചത് അനേകർ, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം പേരാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നോഹയുടെ കാലത്തിൽ സംഭവിച്ചതുപോലെ സംഭവിക്കും. എന്താണ്? ദൈവത്തിന്റെ വരവിന്റെ സമയം. നോഹയുടെ സമയത്ത് എത്ര പേരാണ് രക്ഷിക്കപ്പെട്ടത്? 8 പേര്. ഇന്ന് എത്ര ലക്ഷം കോടി മക്കളുണ്ട്? നാം പോകണമെങ്കിൽ, കർത്താവിന്റെ വരവ് നാം എടുക്കപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഒരുക്കം വേണം. പക്ഷെ ആ ഒരുക്കം എങ്ങനെയായിരിക്കണം? വിശ്വാസം മാത്രം പോരാ. എങ്ങനെയായിരിക്കണം? വിശുദ്ധിയും വേറുപാടും വേണം. ഒരുക്കമെന്ന് പറയുമ്പോൾ ഇതെല്ലാവരും വചനം നാം എന്ത് ചെയ്യണം? ലോകത്തോട് അനുരൂപം ആകാതെ വിശുദ്ധിയും വേറുപാടായി കർത്താവിന് വേണ്ടി നമുക്ക് തന്നെ ഒരു യാഗബലിയായി നമ്മൾ തന്നെ സമർപ്പിക്കണം. അതുകൊണ്ട് കർത്താവിന്റെ വരവിൽ ഞാൻ പറയട്ടെ, ഏറ്റവും ആസന്നമായി ദൈവത്തിന്റെ പ്രവചനങ്ങൾ 75% പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങൾ ആ ഒരു മെസ്സേജ് കേട്ടതാണ്. ബൈബിളിൽ പറഞ്ഞ പ്രവചനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 3ാം ലോക യുദ്ധം വരുമ്പോൾ നമുക്ക് കാണോ ഇല്ലയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയാം. എന്നാൽ 3ാം ലോക യുദ്ധം സംഭവിക്കുവാൻ ദിവസങ്ങൾ മതി. അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ, വിദേശ രാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും ഒരു യുദ്ധത്തിന് ലോകം തയ്യാറെടുപ്പാണ്. ആ ലോക യുദ്ധം വന്നാൽ നമ്മളൊക്കെ കാണോ എന്നറിയത്തില്ല. പല പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും സമ്പന്നന്മാർ എന്ത് ചെയ്ത് ഭൂമിക്ക് അടിയിൽ അവർ തനിപ്പെട്ട ഒരു വീടൊക്കെ അവർ പണിയുന്നുണ്ട്. എന്താണ്? ഓടി ഒളിയാനായിട്ട്. യുദ്ധം വന്നാൽ
നമ്മൾ സേഫ് ആകുമെന്ന് പറഞ്ഞ് അനേക കാര്യങ്ങൾ, അത് ഇംഗ്ലീഷ് ഇങ്ങനെ പറയാം, ബങ്കേഴ്സ് എന്ന് പറയാം. അതിന്റെ അർത്ഥം ഈ മലകൾ കുഴിച്ച് അതിനകത്ത് താമസിക്കുന്ന ഭവനങ്ങൾ. പലരും ദൈവത്തിന്റെ പ്രവചനത്തിൽ വിശ്വസിച്ച് അത് പലതും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര കുഴിച്ച് ഒക്കെ വീട് കെട്ടിയാലും അവിടെയും എന്തില്ല, സേഫ്റ്റി ഇല്ല, പ്രൊട്ടക്ഷൻ ഇല്ല. ദൈവം ഒരു വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാതെ ആർക്കും ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞത്, കർത്താവ് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി അവൻ എല്ലാം ചെയ്തു, നമ്മൾ മകളായി മാറ്റി. നാം ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ലോകത്തിന്റെ അതിന് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചു. കർത്താവിന്റെ വലിയൊരു സ്ഥാനം, മകളുടെ അന്തസ്ത് ദൈവം നമുക്ക് നൽകി. നമുക്ക് നൽകപ്പെട്ടതെല്ലാം ദൈവം തന്നതാണ്. ദൈവം തരാതെ നാം ഒന്നും ഇത് അനുഭവിച്ചിട്ടില്ല. നാം അനുഭവിക്കുന്ന കാര്യങ്ങൾ ഏതായിരുന്നാലും ദൈവം നമുക്ക് തന്നതാണ്. ദൈവം തന്നതുകൊണ്ടാണ് നാം ദൈവത്തിന് വേണ്ടിയല്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. ചിലപ്പോൾ 1 രൂപ ആയിരിക്കും, ചിലപ്പോൾ 10 രൂപ ആയിരിക്കും, ചിലപ്പോൾ 1000 രൂപ ആയിരിക്കും. ഇതൊക്കെ തന്നത് ആരാണ്? ദൈവമാണ്. നമുക്ക് നൽകുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിന് ഒരിക്കലും പിടിച്ചു വെക്കരുത്. നിങ്ങൾ എത്ര കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തിന് കൊടുത്തു നോക്കുക, ദൈവം നിങ്ങൾക്കായി വഴി തുറക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കണം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങൾ കാണണം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ചെയ്യും, പലപ്പോഴും ദൈവത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മടിയാണ്. ഞാൻ ഒന്നും ആരും പറയുന്നില്ല, ഞാൻ പറയുന്നത് എന്നെ തന്നെയാണ് പറയുന്നത്. ഞാനും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശമ്പളം കിട്ടുമ്പോൾ ദൈവത്തിന് കൊടുക്കണം എന്ന് ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. 2 മാസം 1 പ്രാവശ്യമേ ശമ്പളം കിട്ടുമ്പോൾ മറ്റേ കാര്യങ്ങൾ കൊടുക്കണമേ, കടംകാരന് കൊടുക്കണമേ, പ്രൊവിഷൻസ് വേണ്ടി അവന് കൊടുക്കണമേ, വാടക കൊടുക്കണമേ. അതുകൊണ്ട് ഇതെല്ലാം കൊടുത്തു തരുമ്പോൾ കടച്ച എന്തില്ല, ദൈവത്തിന് കൊടുക്കാൻ ഒന്നും കാണത്തില്ല. പക്ഷെ അനേക വർഷം നമ്മൾ 1 മാസമല്ല, ഇത് പല വർഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്തില്ല, എന്റെ ജീവിതത്തിൽ ഒരു നന്മ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കടത്തിന്റെ മേൽ കടം ഇങ്ങനെ വർദ്ധിച്ചു വന്നതവരെ അതിന് ഒരു കുറവുമില്ല. പക്ഷെ ദൈവത്തിന് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത്, അത്രയും കഷ്ടത്തിന് മധ്യത്തിലെ കർത്താവ് കൊടുത്തേ മതിയാകും എന്ന് കൊടുത്തപ്പോൾ ആ മാസം എങ്ങനെ പോയിട്ട് അറിയത്തില്ല. ദൈവം അത്ഭുതകരമായി നടത്തി. ടെൻഷൻ ഇല്ല. അല്ലെങ്കിൽ 1 മാസം എന്താണ്, ടെൻഷനാണ്. നീ എങ്ങനെ പോകും, ഈ മാസം ഞാൻ എങ്ങനെ തള്ളിക്കൊണ്ട് പോകും, നീ തന്നെ ആർക്ക് കട ചോദിക്കും, ആകെ ടെൻഷനാണ്. പക്ഷെ ആദ്യം കിട്ടിയപ്പോൾ ദൈവത്തിന് കൊടുത്തപ്പോൾ ഒരു ടെൻഷൻ ഇല്ല. ദൈവം നടത്തിയ വിധങ്ങൾ അത്ഭുതകരമാണ്. ഞാൻ പറഞ്ഞത്, ജീവിതങ്ങളിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങൾ കൊടുത്തു പഴകുമ്പോൾ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമൃദ്ധിയിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവും കാണത്തില്ല. ഇല്ലായ്മയിൽ കൊടുക്കേണ്ട അനുഭവമാണ് ഏറ്റവും പ്രധാനം. ദൈവം അതാണ് നോക്കുന്നത്. അവൻ നോക്കുന്നത് എങ്ങനെയാണ്, നമ്മളുടെ ഹൃദയത്തെയാണ് അവൻ നോക്കുന്നത്. കർത്താവ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇല്ലായ്മയിൽ അവൻ നമ്മളെ ചെക്ക് ചെയ്യും. ഞാൻ പറഞ്ഞത്, ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ സ്നേഹം നാം പൂർണ്ണമായി അനുഭവിക്കുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം, നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ലോകത്തിൽ കടന്ന് എന്നെ നിങ്ങൾ കർത്താവ് വിളിച്ചത് അവന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാനാണ്. ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടണം. നിങ്ങൾ മുഖാന്തരം, എൻ മുഖാന്തരം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം പണിയപ്പെടണമെങ്കിൽ ദൈവത്തിന് നിങ്ങൾ ഓരോരുത്തരും ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, എനിക്ക് പ്രായം ഇത്രയായി, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ദൈവത്തിന് വേണ്ടി? ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന മതി അദൃഷ്ടമാകുവാൻ, സാഹചര്യമാക്കുവാൻ. ആ കഴിയും, ദൈവത്തിന് കഴിയും. ചിലപ്പോൾ നിങ്ങൾ നടന്നുപോയി സുവിശേഷം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ പ്രാർത്ഥന പോരാ, നമ്മുടെ പ്രാർത്ഥന കൂട്ടണം. നമ്മുടെ ആവശ്യങ്ങൾ വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് ദൈവത്തിന് അറിയാം, അത് അവൻ തരും. നാം ദൈവഗീത പ്രകാരം നാം പ്രാർത്ഥിച്ച് നാം മുൻപോട്ട് പോകണം.
നമ്മൾ കാണണം. കർത്താവെ, എന്റെ ബന്ധുമിത്രാദികൾ, എന്റെ സുഹൃത്തുക്കൾ ഒരു കർത്താവിനെ അറിയണം. പറയട്ടെ, നിങ്ങൾ നാളെ സ്വർഗത്തിൽ എത്തുമ്പോൾ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ അച്ഛനോ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം വിഷമിക്കും. ആത്മാവാണ് നാം ഈ നാളുകളിൽ കരയണം. ഇതിനു വേണ്ടി ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. എന്റെ ബന്ധുമിത്രാദികൾ, എന്റെ സുഹൃത്തുക്കൾ, ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ കണ്ടുമുട്ടണം. നിങ്ങൾ ദൈവത്തോട് കൂടെ വാഴുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ആ നരകത്തിൽ തീയിലും ആ പുഴുവിലും വേദന അനുഭവിക്കുകയും കാണുമ്പോൾ നിങ്ങൾ സന്തോഷപ്പെടാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് അവിടെ എത്തുന്നില്ല. ദൈവിക പ്രകാരം നാം ജീവിച്ച് മുമ്പോട്ട് പോകണം. ദൈവം എന്തിനു വേണ്ടി എന്നെ വിളിച്ചോ അത് നാം ചെയ്യണം. അതുകൊണ്ട് ഈ നാളുകളിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മ എന്തിനു വേണ്ടി നൽകപ്പെട്ടതോ അതിനായി നാം നമ്മൾ പൂർത്തീകരിക്കണം. ഓക്കെ, വേറെ കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് അവസാനിക്കാം. സമയമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യം. പരിശുദ്ധാത്മ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവമാണ്. 2, അവൻ നമ്മളെ മധ്യസ്ഥ വഹിക്കുന്ന ദൈവമാണ്. 3, നമ്മൾ കണ്ടത് അവൻ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. 4, പ്രത്യേക ജോലിക്കായി അവൻ നമ്മെ വിളിക്കുകയും നയിക്കുകയും ചെയ്യും. അവൻ നമ്മളെ വിളിച്ചത് മാത്രമല്ല, നാം എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആലോചന നൽകുന്ന ദൈവമാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഇവിടെ വചനം പറയുന്നതാണ്, അവർ കർത്താവിനെ ആരാധിച്ചു. ആരാണ്? ദേവദാസന്മാർ അവിടെ ആയിരുന്ന ഒരു 4-5 പേർ എന്ത് ചെയ്തു? ദൈവത്തെ ഇവർ ആരാധിച്ചുകൊണ്ടു ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ ദൈവസന്നിധി പ്രാർത്ഥിച്ചു ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായി. എന്താണ്? ഞാൻ ബർന്നബാസിനെയും സൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് എന്താണ്? ഇവിടെ ആരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സൗലിനെയും ബർന്നബാസിനെയും എന്ത് ചെയ്യണം? എന്റെ വേലക്കായി അവരെ വേർതിരിപ്പിൻ എന്റെ ശബ്ദം പരിശുദ്ധാത്മാ പറയുവാൻ ഇടയായി. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ആരാധിച്ചു ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ സംസാരിക്കുവാൻ ഇടയായി. ഇന്നും പരിശുദ്ധാത്മ സംസാരിക്കും. എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തോടെ അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവൻ ഇന്നും മാറാത്തവൻ, ഇന്നും അവൻ നമ്മളോട് സംസാരിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് വേണ്ടിയത്? നമ്മൾ സഭയായി കൂടി പ്രാർത്ഥിക്കുമ്പോൾ നാം എല്ലാവർക്കും വേണ്ടിയത് എന്താണ്? ഒരേ മനസ്സ്. എവിടെ ദൈവത്തിന്റെ ഒരു മനസ്സുണ്ടോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എന്തുകൊണ്ട് നമ്മൾ സഭയിൽ നമുക്ക് വെളിപ്പെടുന്ന പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്? നമ്മുടെ ചിന്തകൾ പലപ്പോഴും വേറെയാണ്. നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞുണ്ടോ അവിടെ നാം എന്ത് ചെയ്യണം? ഒരു മനസ്സോടെ ദൈവസന്നിധി നാം പ്രാർത്ഥിച്ച് നാം മുൻപോട്ട് പോകുമെങ്കിൽ അവിടെ എന്ത് കിട്ടും? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കും. ദൈവം മനുഷ്യ മുഖാന്തരം മാത്രമല്ല, മൃഗമുഖാന്തരം ദൈവം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവം സാഹചര്യങ്ങൾ കേൾപ്പ് അവൻ സംസാരിക്കുന്ന ദൈവമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ മുഖാന്തരം ദൈവം സംസാരിക്കും. എന്നാൽ വചനം പറഞ്ഞ അന്ത്യ കാലഘട്ടത്തിൽ അവൻ എന്ത് പറയും? എന്റെ ആത്മാവിനെ അയക്കും. നമ്മുടെ മക്കൾ ഇത് പറയും, സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങൾ കാണും, അവർ പ്രവചിക്കും. എന്റെ ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയട്ടെ, നമ്മുടെ മക്കൾ ദൈവം എടുത്തുപയോഗിക്കാൻ 1 സെക്കൻഡ് മതി. ദൈവത്തിന്റെ സ്പർശനം 1 സെക്കൻഡ് തൊട്ടാൽ മതി, അവർ പ്രവചിക്കും. അതുകൊണ്ട് നാളുകളിൽ കുടുംബ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ഒരേ മനസ്സോട് പ്രാർത്ഥിക്കുക. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങളോട് സംസാരിക്കും.